Hello dear friends, welcome to the NurseQueen YouTube channel. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ റെസ്പിറേറ്ററി ഹെൽത്ത് പ്രോബ്ലംസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ഡിസ്കഷനുമാണ് ചോദിക്കുന്നത്. പല ആളുകളും എനിക്ക് കോളുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്റെ രണ്ട് ചാനലുകൾ, എന്റെ മെഡിറ്റേഷൻ ചാനലുകളിൽ നിന്നുള്ള കോളുകളും അതുപോലെ നമ്മുടെ NurseQueen യൂട്യൂബ് ചാനലിൽ നിന്നുള്ള കോളുകളും ഒരേ നമ്പറുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം പല ആളുകളും ഇപ്പൊ ഈ സൈക്യാട്രി സംബന്ധമായിട്ടുള്ള കോളുകൾ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ കുറെ സമയം എടുക്കുന്നുണ്ട്. അപ്പൊ എനിക്കത് പലപ്പോഴും എനിക്ക് കോളുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയാറില്ല. അസൗകര്യം കാരണമാണ്. കാരണം നമ്മൾ ഓരോ തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കോഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പലർക്കും എന്റെ വാട്സപ്പ് നമ്പർ അറിയാം. അപ്പൊ ഒരു വാട്സപ്പ് നമ്പർ എഴുതി ചോദിക്കുക. അത്യാവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തിട്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒരു ടൈം ഞാൻ പറയാം. ടൈമിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫോൺ എടുക്കുന്നതായിരിക്കും. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: Emergency department nurse assessing a client who has sustained blunt injury to the chest wall. Which findings indicates the presence of pneumothorax in the client? Options: low respiratory sound, diminished breath sound, the presence of barrel chest, a sucking sound at the site of injury. സോ എമർജൻസി നേഴ്സ് അസസ് ചെയ്യുകയാണ്. ബ്ലണ്ട് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഫുൾ ഇഞ്ചുറി ആയിട്ടുള്ള ചെസ്റ്റിലേക്ക് വരുന്ന ഒരു ഇഞ്ചുറിയാണ്. ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഇഞ്ചുറിയാണ് ബ്ലണ്ട് ഇഞ്ചുറി. അസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് ഫൈൻഡിങ്സ് ആണ് ന്യൂമോതൊറാക്സിന് ഉണ്ടെന്ന് നേഴ്സിന് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതായത് നേഴ്സിന് മനസ്സിലാകുന്നത് ന്യൂമോതൊറാക്സ് സംഭവിച്ചിട്ടുണ്ട് ക്ലയന്റിന് മനസ്സിലാകുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ ഡിമിനിഷ്ഡ് ബ്രീത്ത് സൗണ്ട് ആണ്. ഡിമിനിഷ്ഡ് ബ്രീത്ത് സൗണ്ട് ആണ് കറക്റ്റ് ആൻസർ. ന്യൂമോതൊറാക്സ് ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ബ്രീത്ത് സൗണ്ട് കുറയുന്നതുകൊണ്ടാണ്. എന്താണ് ഈ ന്യൂമോതൊറാക്സ്? ന്യൂമോതൊറാക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അക്യുമുലേഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ ഇൻ ദ പ്ലൂറൽ സ്പേസ് വിച്ച് റിസൾട്ട്സ് ഇൻ എ റൈസ് ഇൻ ഇൻട്രാതൊറാസിക് പ്രഷർ ആൻഡ് റെഡ്യൂസ്ഡ് വൈറ്റൽ കപ്പാസിറ്റി. നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള എയറുകൾ പ്ലൂറൽ സ്പേസിലേക്ക് കടന്നിട്ട് അവിടെ ഇൻട്രാതൊറാസിക്, അതായത് ആ ഒരു തൊറാസിക് കേജ് ഉണ്ടല്ലോ നമ്മുടെ ലങ്സ് ഒക്കെ ഉള്ള, ആ ഒരു കേജിന്റെ പ്രഷർ കൂടുകയാണ്. അപ്പൊ നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി കുറയുന്നു. അങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ് ന്യൂമോതൊറാക്സ്. അപ്പൊ നമ്മുടെ ഈ ഒരു ഉള്ളിലുള്ള നെഗറ്റീവ് ഇൻട്രാപ്ലൂറൽ സ്പേസ് കുറയുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ലങ് കൊളാപ്സ് ആകുന്നത്. ആ കണ്ടീഷനാണ് ന്യൂമോതൊറാക്സ്. ബ്ലഡ് ഇഞ്ചുറി കാരണമാണ് ടെൻഷൻ ന്യൂമോതൊറാക്സ് ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് ഡയഗ്നോസ് ചെയ്യാം? ഡയഗ്നോസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ചെസ്റ്റ് എക്സ്റേ ആണ്. അതുപോലെ നമുക്ക് ഈ ഒരു ഇഞ്ചുറി, ഓപ്പൺ ഇഞ്ചുറി ഉണ്ടെങ്കിൽ ഒരു സ്റ്റെറൈൽ ഗോസ് പാഡ് വെച്ച്, സലൈൻ സോക്കഡ് പാഡ് വെച്ച് നമുക്കത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കാം. ചെസ്റ്റ് എക്സ്റേ ആണ് നമ്മളിത് മെയിൻ ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഷർ. അതുപോലെ ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യണം. പ്ലേസ് ദ ക്ലൈന്റ് ഇൻ എ ഫൗളേഴ്സ് പൊസിഷൻ. ഫൗളേഴ്സ് പൊസിഷനിലാണ് നമ്മൾ ക്ലൈന്റിനെ കിടത്തേണ്ടത്. പ്രിപ്പയർ ഫോർ ചെസ്റ്റ് ട്യൂബ് പ്ലേസ്മെന്റ്. ചെസ്റ്റ് ട്യൂബ് നമുക്ക് പ്ലേസ്മെന്റിന് വേണ്ടിയുള്ള പ്രൊസീജിയർ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ മോണിറ്റർ ദ ചെസ്റ്റ് ഡ്രെയിനേജ് സിസ്റ്റം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ ഈ ഒരു അസസ്മെന്റ് ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്? ന്യൂമോതൊറാക്സ് ആണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പ്രധാനമായിട്ടും ഡിമിനിഷ്ഡ് ബ്രീത്ത് സൗണ്ട് ആയിരിക്കും. ഒന്നെങ്കിൽ ആബ്സെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിക്രീസ്ഡ് ബ്രീത്ത് സൗണ്ട് ആയിരിക്കും. അതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ തന്നെ. സൈനോസിസ് ഉണ്ടാകും. ഡിക്രീസ്ഡ് ചെസ്റ്റ് എക്സ്പാൻഷൻ യൂണിലാറ്ററലി, അതായത് രണ്ട് ഭാഗം, ചെസ്റ്റിന്റെ രണ്ട് ഭാഗത്തും ഒരേപോലെ എക്സ്പാൻഷൻ വരത്തില്ല. കാരണം ഏത് ഭാഗത്താണോ ആ ഒരു ബ്ലഡ് ഇഞ്ചുറി ഉള്ളത് ആ ഭാഗത്ത് കാര്യമായിട്ട് എക്സ്പാൻഷൻ വരുന്നില്ല. അതുപോലെ ഡിസ്നിയ, ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ്, ഹൈപ്പോടെൻഷൻ, ഷാർപ്പ് ചെസ്റ്റ് പെയിൻ, സക്കിംഗ് സൗണ്ട് വിത്ത് ഓപ്പൺ ചെസ്റ്റ് വുണ്ട്, ടക്കിക്കാർഡിയ, ടെക്കിപ്നിയ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ന്യൂമോതൊറാക്സിൽ ഉണ്ടാവുന്നതാണ്. സോ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ: The nurse is caring for a client hospitalized with acute exacerbation of COPD disease. Which findings would the nurse expect to note on assessment of this client? Select all that apply. സോ നേഴ്സ് കെയർ ചെയ്യാണ്, COPD പേഷ്യന്റിനെ കെയർ ചെയ്യാണ്. അപ്പൊ ഏത് ഫൈൻഡിങ്സ് ആണ് നേഴ്സ് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഡ്യൂറിങ് ഹെർ അസസ്മെന്റ് എന്നാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം. കാരണം ഇപ്പൊ ഡിഗ്രി ലെവൽ എക്സാം ഏകദേശം ഈ ഒരു കേരള PSC കണ്ടക്ട് ചെയ്തത് വലിയൊരു ക്വസ്റ്റ്യൻ ഒക്കെ തന്നിട്ട് കുറെ ഓപ്ഷൻ ഒക്കെ തന്നിട്ടുള്ള രീതിയിലായിരിക്കാം. അപ്പൊ കേരള PSC എക്സാമിന് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓൾവേസ് എയിംസ് എക്സാമിനും നിങ്ങൾക്ക് സോന്തേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഒക്കെ എടുത്തിരിക്കുന്നത് സോന്തേഴ്സ് എന്നാണ്. ഓപ്ഷൻസ്: എ ലോ ആർട്ടീരിയൽ PCO2 ലെവൽ, എ ഹൈപ്പർ ഇൻഫ്ലേറ്റഡ് ചെസ്റ്റ് നോട്ടഡ് ഓൺ ദ ചെസ്റ്റ് എക്സ്റേ, decreased oxygen saturation with mild exercise,
എ widened diaphragm noted on the chest X-ray, pulmonary function test that demonstrate increased vital capacity. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വന്നിരിക്കുന്നത് ബിയും സിയും ആണ്. എ ഹൈപ്പർ ഇൻഫ്ലേറ്റഡ് ചെസ്റ്റ് നോട്ടഡ് ഓൺ ദ ചെസ്റ്റ് എക്സ്റേ, ഡിക്രീസ്ഡ് ഓക്സിജൻ സാച്ചുറേഷൻ വിത്ത് മൈൽഡ് എക്സസൈസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ ഹൈപ്പർ ഇൻഫ്ലേറ്റഡ് ചെസ്റ്റ് ആയിരിക്കും COPD ഉണ്ടാകുന്നത്, അത് നിങ്ങൾ മറക്കരുത്. അതുപോലെ ഓക്സിജൻ സാച്ചുറേഷൻ ചെറിയൊരു എക്സസൈസോ നടക്കുകയോ ചെയ്യുമ്പോൾ ഓക്സിജൻ സാച്ചുറേഷൻ കുറയുന്നുണ്ട്. എന്താണ് ഈ COPD മെയിൻ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ 4 കണ്ടീഷനാണ്: എംഫൈസീമ, ക്രോണിക് ബ്രോങ്കൈറ്റിസ്, ആസ്മ, ബ്രോങ്കൈറ്റാസിസ്. എംഫൈസീമ, ബ്രോങ്കൈറ്റിസ്, ബ്രോങ്കൈറ്റാസിസ്, ആസ്മ. എന്താണ് ഈ ബ്രോങ്കൈറ്റിസ്? ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ലങ് ഡിസീസ് ആണ്, ഇൻ വിച്ച് ദ ബ്രോങ്കിയൽ ട്യൂബ്സ് ബിക്കം ഇൻഫ്ലേംഡ് ആൻഡ് എക്സസീവ് മ്യൂക്കസ് പ്രൊഡക്ഷൻ. എന്താണ് ബ്രോങ്കിയൽ ട്യൂബ് ഇൻഫ്ലമേഷൻ വരുന്നു, ആ ട്യൂബ് ഉണ്ട്, അത് ഇൻഫ്ലമേഷൻ ആകുന്നു, അതുപോലെ അവിടെ എക്സസീവ് മ്യൂക്കസ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന കണ്ടീഷനാണ് ബ്രോങ്കൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ ബ്രോങ്കി. അതുപോലെ എംഫൈസീമ എന്ന് പറയുമ്പോൾ എംഫൈസീമ ഇസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദ എയർ സാക്സ് ഇൻ ദ ലങ്സ് ആർ ഡാമേജ്ഡ് ആൻഡ് എൻലാർജ്ഡ്. എയർ സാക്സ് എന്താണ്? ആൽവിയോലെ ഓഫ് ദ ലങ്സ് ഡാമേജ് ചെയ്യുന്നു, എൻലാർജ് ആകുന്നു. ഇതാണ് എംഫൈസീമ. അപ്പോൾ ഇതിനെല്ലാം തന്നെ ഒരു COPD മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് എന്നും പറയുന്നുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ ഇതിനകത്ത് സൈൻസ് ആൻഡ് സിംറ്റംസ് നോക്കുകയാണെങ്കിൽ കഫ് ഉണ്ടാവും, എക്സേഷണൽ ഡിസ്നിയ, എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ശ്വാസം മുട്ടൽ ഉണ്ടാവും. അതുപോലെ വീസിങ് ആൻഡ് ക്രാക്കിൾസ്, സ്പ്യൂട്ടം പ്രൊഡക്ഷൻ, വെയിറ്റ് ലോസ്, ബാരൽ ചെസ്റ്റ് ഒരു ബാരൽ പോലെ ഇരിക്കുന്നത് എംഫൈസീമയിലാണ് കേട്ടോ. എംഫൈസീമയിലാണ് ബാരൽ ചെസ്റ്റ് കാണുന്നത്, അങ്ങനെയും ചോദിക്കാം. ഒരു ബാരൽ പോലെ ചെസ്റ്റ് കാണുന്ന കണ്ടീഷനാണ് എംഫൈസീമ. യൂസ് ഓഫ് ആക്സസറി മസിൽ ഫോർ ബ്രീത്തിങ്, ആ മസിലൊക്കെ എടുത്ത് ബ്രീത്ത് ചെയ്യുക, വല്ലാണ്ട് ലേബേർഡ് ബ്രീത്തിങ് എടുക്കുക. നിങ്ങൾ ജസ്റ്റ് ഒരു ICU കണ്ടീഷൻ, ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഓർമ്മയിലേക്ക് വരിക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ കാണുമ്പോൾ നിങ്ങൾ കാഷ്വാലിറ്റിയിൽ ICUലൊക്കെ വർക്ക് ചെയ്തവരാണെങ്കിൽ ആ ഒരു കണ്ടീഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. പ്രൊലോങ്ഡ് എക്സ്പിരേഷൻ, ഓർത്തോപ്നിയ എന്ന് പറയുമ്പോൾ കടക്കുന്ന സമയത്ത് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, എണീറ്റ് ഇരിക്കുകയോ നടു നിവർത്തിയിരിക്കുകയോ വേണം. അപ്പൊ നമ്മൾ ഇതിനകത്ത് ABG നോക്കുകയാണെങ്കിൽ അവിടെ അസിഡോസിസ്, pHന്റെ ബൈകാർബണേറ്റ് ലെവൽ കുറഞ്ഞിരിക്കുന്നുണ്ട്, pH കുറഞ്ഞു വരുന്നുണ്ട്, അസിഡോസിസ് ആണ്. അതുപോലെ ഹൈപ്പോക്സീമിയ, ഓക്സിജൻ സാച്ചുറേഷൻ വല്ലാണ്ട് കുറഞ്ഞിരിക്കും. അവിടെ നമ്മൾ ഇന്റർവെൻഷൻസ് ആയിട്ട് മോണിറ്റർ വൈറ്റൽ സയൻസ്, ABG വാല്യൂ മോണിറ്റർ ചെയ്യണം, ഓക്സിജൻ സാച്ചുറേഷൻ നോക്കണം, പൾസ് ഓക്സിമീറ്റർ നമ്മൾ മോണിറ്റർ ചെയ്യണം, അതുപോലെ റെസ്പിറേറ്ററി ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഇൻസ്ട്രക്ട് ദ ക്ലയന്റ് ഡയഫ്രമാറ്റിക് ഓർ അബ്ഡോമിനൽ ബ്രീത്തിങ്. ഡയഫ്രമാറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ ഇരുന്നിട്ട് ഒരു കൈ ചെസ്റ്റിലും ഒരു കൈ വയറിലും വെക്കണം, എന്നിട്ട് ശ്വാസം എടുത്തു വിടണം. അപ്പോൾ ആ ഒരു വയറിന്റെ മൂവ്മെന്റ് ശ്രദ്ധിക്കണം. ശ്വാസം മൂക്കിലൂടെ എടുത്ത് വായിലൂടെ പുറത്തേക്ക് വിടുമ്പോൾ പേഴ്സ്ഡ് ലിപ്പ് ബ്രീത്തിങ് ടെക്നിക്ക് ഉപയോഗിക്കണം. അതായത് ചുണ്ടുകൾ അടുപ്പിച്ച് വെച്ച് ശ്വാസം പുറത്തേക്ക് വിടണം. അപ്പൊ ഇതൊക്കെ ഏത് ഡിസീസ് കണ്ടീഷനിലാണെന്ന് ചോദിച്ചാൽ അത് COPDയിലാണ്. COPD 4 ഡിസീസ് കണ്ടീഷനാണ്: എംഫൈസീമ, ക്രോണിക് ബ്രോങ്കൈറ്റിസ്, ആസ്മ, ബ്രോങ്കിറ്റാസിസ്. അപ്പൊ ഇതിലെല്ലാം തന്നെ ഡയഫ്രമാറ്റിക് അബ്ഡോമിനൽ ബ്രീത്തിങ്, അതുപോലെ പേഴ്സ്ഡ് ലിപ്പ് ബ്രീത്തിങ് ടെക്നിക്ക് ഉപയോഗിക്കണം. അതുപോലെ ട്രിപ്പോഡ് പൊസിഷനിങ് ഉണ്ട്. ട്രിപ്പോഡ് പൊസിഷനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കസേരയിൽ ജസ്റ്റ് മുന്നോട്ടിരിക്കുമ്പോൾ കൈ വേണമെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. കൈ നമ്മുടെ മുട്ടിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ തുടയുടെ ഭാഗത്ത് സപ്പോർട്ട് ചെയ്തിരിക്കാം, കുറച്ച് മുന്നോട്ടാഞ്ഞിരിക്കാം. അങ്ങനെ ഓടിയൊക്കെ വന്ന് വല്ല ഓട്ടോ ഒക്കെ കഴിഞ്ഞ ആളുകൾ ഇങ്ങനെ അത്ലറ്റ്സ് അവരിങ്ങനെ എണീറ്റ് നിന്നോണ്ട് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ആഞ്ഞിരിക്കുന്ന കാണാം. കാരണം അവര് ഒരു ബ്രീത്തിങ്ങിന്റെ പ്രശ്നം കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ പേഷ്യന്റിന് എൻകറേജ് സ്മോൾ ഫ്രീക്വന്റ് മീൽസ് എൻകറേജ് ചെയ്യുക. അതുപോലെ ഹൈ കലോറി ഹൈ പ്രോട്ടീൻ ഡയറ്റ്. ഏതാണ് ഹൈ കലോറി ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആണ്. അതുപോലെ ഇൻടേക്ക് ഫ്ലൂയിഡ് 3000 ml പെർ ഡേ ഫ്ലൂയിഡ് എടുക്കണം. 3000 ml പെർ ഡേ. എന്തിനാണ്? ടു കീപ് സെക്രീഷൻസ് തിൻ ലൂസൺ അൺലെസ് കോൺട്രാഇൻഡിക്കേറ്റഡ്. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഇത് കോൺട്രാഇൻഡിക്കേറ്റഡ്, കിഡ്നി ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ 3000 ml പറ്റത്തില്ല. പ്ലേസ് ദ ക്ലൈന്റ് ഇൻ ഫ്ലൗലെസ് പൊസിഷൻ ആണ് നമ്മൾ ക്ലൈന്റിനെ വെക്കേണ്ടത്. അഡ്മിനിസ്റ്റർ ബ്രോങ്കോ ഡയലറ്റേഴ്സ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. സിറ്റിംഗ് ഇൻ ദ ചെയർ വിത്ത് ദ ഫീറ്റ് സ്പ്രെഡ്, ഷോൾഡർ വിത്ത് അപ്പാർട്ട് ആൻഡ് ലീനിങ് ഫോർവേഡ്. ഈ ഒരു പൊസിഷനാണ് നമ്മൾ ട്രിപ്പോഡ് പൊസിഷനിങ് എന്ന് പറയുന്നത്. സോ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ അതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞിട്ടുണ്ട്. എംഫൈസീമ, ക്രോണിക് ബ്രോങ്കൈറ്റിസ്, ആസ്മ, ബ്രോങ്കൈറ്റാസിസ് ഇതൊക്കെയാണ് COPD കണ്ടീഷനിൽ വരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, the nurse is assessing the respiratory status of a client
who has suffered a fractured rib. The nurse expect to note which finding. Option: slow deep respiration, rapid deep respiration, paradoxical respiration, pain especially with respiration. ഇവിടെ ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഇതാണ്, നേഴ്സ് അസസ് ചെയ്യാണ്, ഫ്രാക്ചർ റിബ് ഉള്ള പേഷ്യന്റിനെ നേഴ്സ് അസസ് ചെയ്യാണ്. നേഴ്സ് എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? ഫ്രാക്ചർ റിബ് വന്നിട്ടുണ്ട്. ഫ്രാക്ചർ റിബ് വന്നു കഴിഞ്ഞാൽ, ഒരു ഫ്രാക്ചർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ബോൺ ബ്രേക്ക് ആണ്, റിബ് ബോൺ ബ്രേക്ക് ആണ്. അപ്പൊ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വേദന, പെയിൻ എസ്പെഷ്യലി വിത്ത് ഇൻസ്പിറേഷൻ, ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വേദന എന്തുണ്ടാവും? ഫ്രാക്ചർ റിബിലുണ്ടാവും. റിബ് ഫ്രാക്ചേഴ്സ് റിസൾട്ട് ഫ്രം ബ്ലണ്ട് ഇഞ്ചുറി, അതായത് ഫോഴ്സ്ഫുൾ, ഇപ്പൊ കാർ ആക്സിഡന്റ്, അതുപോലെ എവിടെന്തെങ്കിലും വീഴുക, ഇങ്ങനെയൊക്കെ ഉള്ള കേസിലാണ് നമ്മൾ ചെസ്റ്റ് റിബ് ഫ്രാക്ചർ കണ്ടിരിക്കുന്നത്. ബ്ലണ്ട് ഇഞ്ചുറിയാണ്. ടിപ്പിക്കൽ സൈൻസ് ആൻഡ് സിംറ്റംസ് ഇൻക്ലൂഡ് പെയിൻ ആൻഡ് ടെൻഡർനെസ്. പെയിനും ടെൻഡർനെസ്സും ഉണ്ടാവും, അതുപോലെ ആ ഒരു ഫ്രാക്ചർ സൈറ്റിൽ അതെന്തായാലും ഉണ്ടാവും. അതുപോലെ ഇൻസ്പിറേഷൻ ചെയ്യുമ്പോൾ ഒരു പെയിൻ ഉണ്ടാവും. ഗാർഡിങ് ദ ചെസ്റ്റ്, ഒരു അങ്ങോട്ട് ആരെയും തൊടാൻ അനുവദിക്കില്ല, അത്രയും വേദനയായിരിക്കും. പ്രൊട്ടക്ട് ചെയ്യാണ്, ഗാർഡിങ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട് ചെയ്യാണ്. ആൻഡ് ബ്രൂയിസിങ് ഓവർ ദ ഫ്രാക്ചർ സൈറ്റ്, ഇതെല്ലാം കാരണം. പാരഡോക്സിക്കൽ റെസ്പിറേഷൻസ് സാധാരണ കാണുന്നത് ഫ്ലെയിൽ ചെസ്റ്റിലാണ് കേട്ടോ. ഫ്ലെയിൽ ചെസ്റ്റ്, എന്താണ് ഫ്ലെയിൽ ചെസ്റ്റ്? ഫ്ലെയിൽ ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ അതിനെ കുറിച്ചാണ്. ഫ്ലെയിൽ ചെസ്റ്റ് ഡിസ്ക്രൈബ്സ് എ പോർഷൻ ഓഫ് ദ റിബ് കേജ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ ചെസ്റ്റ് വാൾ. അതായത് ഒരു പോർഷൻ, ആ റിബിന്റെ ഒരു പോർഷൻ മൊത്തമായിട്ട് 3-4 റിബ്സ് ഫ്രാക്ചർ ആയിട്ട് ആ പോർഷൻ മൊത്തം പുറത്തോട്ടേക്ക് വന്നിരിക്കുകയാണ്. അതാണ് ഫ്ലെയിൽ ചെസ്റ്റ്. ഫ്ലെയിൽ ചെസ്റ്റ് ഡിസ്ക്രൈബ്സ് എ പോർഷൻ ഓഫ് ദ റിബ് കേജ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ ചെസ്റ്റ് വാൾ. ബ്ലഡ് ട്രോമയിൽ കാണുന്നതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The nurse assesses the client for which most distinctive sign of flail chest? Option: cyanosis, hypotension, paradoxical chest movement, dyspnea especially on exhalation. അപ്പോൾ ഫ്ലെയിൽ ചെസ്റ്റിൽ സാധാരണ കാണുന്ന പാരഡോക്സിക്കൽ ചെസ്റ്റ് മൂവ്മെന്റ് ആണ്. പാരഡോക്സിക്കൽ ചെസ്റ്റ് മൂവ്മെന്റ് എന്തിനാണ് കാണുന്നത്? ഫ്ലെയിൽ ചെസ്റ്റിലാണ് കാണുന്നത്. ഫ്ലെയിൽ ചെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? റിബിന്റെ ഒരു പോർഷൻ മൊത്തമായിട്ട് പുറത്തോട്ട് തള്ളി നിൽക്കുന്നതാണ് പാരഡോക്സിക്കൽ ചെസ്റ്റ് മൂവ്മെന്റ്. ഈ ഒരു ഫ്ലെയിൽ ചെസ്റ്റ് ഉണ്ടാകുന്ന മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഉണ്ടാകുമ്പോഴാണ് റിസൾട്ട്സ് ഇൻ എ ഫ്ലോട്ടിംഗ് സെക്രീഷൻ ഓഫ് ദ റിബ്സ്. ഒരു ഫ്ലോട്ടിംഗ് സെക്രീഷൻ റിബ്സ് അങ്ങനത്തെ രീതിയിലാണ് വരുന്നത്. സെക്ഷൻ ഈസ് അൺഅറ്റാച്ച്ഡ് ടു ദ റെസ്റ്റ് ഓഫ് ദ ബോണി റിബ് കേജ്. ദിസ് സെഗ്മെന്റ് റിസൾട്ട്സ് ഇൻ പാരഡോക്സിക്കൽ ചെസ്റ്റ് മൂവ്മെന്റ്. ബാക്കിയുള്ള ഭാഗമായിട്ട് അറ്റാച്ച് ചെയ്യാതിരിക്കുന്ന ഒരു സെക്ഷനാണ് വരുന്നത്. സോ നമുക്ക് അതിന്റെ ഒരു പിക്ചറിന്റെ സഹായത്തോടെ പഠിക്കാം. An apparent inward movement of the part of chest wall on inspiration that may occur as a result of extensive rib fractures and collapsed under lung. അപ്പൊ ആ ഒരു പോർഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഒരു പോർഷൻ മാത്രം, ആ ഒരു പോർഷൻ ഇൻസ്പിറേഷൻ വരുമ്പോൾ ആ ഒരു ഫ്രാക്ചേർഡ് സെഗ്മെന്റ് ഉള്ളിലേക്ക് വരുന്നു, അത് ഉള്ളിലോട്ട് പോയിരുന്നു, ബാക്കിയുള്ള ഭാഗം എക്സ്പാൻഡ് ആകുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇൻസ്പിറേഷനിൽ സാധാരണ പുറത്തോട്ടാണ് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ചെസ്റ്റും വയറും പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഫ്ലെയിൽ ചെസ്റ്റിൽ എന്താണ് ചെയ്യുന്നത്? ഉള്ളിലേക്കാണ് വരുന്നത് ഫ്ലെയിൽ ചെസ്റ്റിൽ. അതുപോലെ എക്സ്പിറേഷനിൽ നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറും ചെസ്റ്റിന്റെ ഭാഗവും ഒതുങ്ങുന്ന സമയത്ത് ഇവിടെ പുറത്തേക്ക് വരുന്നു. പാരഡോക്സിക്കൽ ബ്രീത്തിങ് എന്നതാണ്. പാരഡോക്സിക്കൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് അതാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. പാരഡോക്സിക്കൽ ബ്രീത്തിങ് മീൻസ് ദ ഡിഫ്ലേഷൻ ഓഫ് എ ലങ് or of a portion of a lung during the phase of inspiration and the inflation of the lung during the phase of expiration. അപ്പൊ എന്താണ്? ഇൻസ്പിറേഷനിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഉള്ളിലേക്ക് തന്നെ വരികയാണ് ചെയ്യുന്നത്. അതുപോലെ എക്സ്പിറേഷൻ ചെയ്യുമ്പോൾ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള, നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ എന്താണ് ശരിക്കും നടക്കേണ്ടത്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് നടക്കുന്നത്. അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ കഴിഞ്ഞു. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് എക്സാം. നമ്മുടെ ചാനൽ പുതിയ ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.